നമസ്കാരം. നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് തിങ്കളാഴ്ച നിശ്ചയം. വളരെ റെലവൻ്റായ ഒരു വിഷയത്തെ ഗംഭീരമായ അവതരണത്തിലൂടെ ഞെട്ടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു എന്ന് പറയാം. ആ ചിത്രത്തിന് ശേഷം വരുന്ന സെന്ന ഹെഗ്ഡെയുടെ സംവിധാനത്തിൽ വരുന്ന ചിത്രം എന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷ നൽകിയിരുന്നു 1744 വൈറ്റ് ഓൾട്ടോ. പേരും പോസ്റ്ററും ട്രെയിലറും ഒക്കെ കണ്ട് ശീലിച്ച കാഴ്ചകളല്ല സമ്മാനിക്കുന്നത് എന്നതോടെ ഉറപ്പ് നൽകിയിരുന്നു. തിയേറ്റർ റിലീസായി വന്ന 1744 വൈറ്റ് ഓൾട്ടോ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ഷറഫുദ്ദീൻ, ആനന്ദ് മന്മഥൻ, രാജേഷ് മാധവൻ, വിൻസി അലോഷ്യസ്, നവാസ് വള്ളിക്കുന്ന്, സ്മിനു സിജോ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സാങ്കല്പികമായ ഒരു പ്രദേശം, അവിടെ നടക്കുന്ന ചില സംഭവങ്ങളാണ് ചിത്രം പ്രമേയമാക്കുന്നത്. ഒരു കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന SI മഹേഷ് കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന രണ്ടുപേർ 1744 എന്ന നമ്പറിലുള്ള വൈറ്റ് ഓൾട്ടോയിലാണ് രക്ഷപ്പെട്ടത് എന്നുകൂടെ പറയപ്പെടുന്നു. അങ്ങനെ പോലീസ് സംഘത്തിന്റെ അന്വേഷണമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. സംവിധായകനും ഛായാഗ്രഹനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിലൊരു സീനുണ്ട്. അകലിൽ നിന്നും ഒരു വാഹനം വരുന്നു, പിന്നെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നു. ആ സീനിൽ തന്നെ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മൂഡ് പ്രേക്ഷകന് സമ്മാനിക്കുന്നുണ്ട്. ട്രെയിലർ നൽകിയ സൂചനകൾ അനുസരിച്ചുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോഴും ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ പരാമർശിച്ചത്. സിനിമയുടെ കഥ മൊത്തം നോക്കിയാലും സ്ട്രെയിറ്റ് ആയി പറയുന്ന ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണെന്ന് പറയാം. അത്തരമൊരു കഥയെ ലിഫ്റ്റ് ചെയ്ത് പുതിയ ഒരു അനുഭവമാക്കി മാറ്റുന്നിടത്താണ് സെന്ന ഹെഗ്ഡെയുടെ 1744 വൈറ്റ് ഓൾട്ടോ വ്യത്യസ്തമാവുന്നത്. ആ മാറ്റം എത്രത്തോളം മികച്ചതായി എന്ന ഫീൽ തീർച്ചയായും വ്യക്തികൾക്കനുസരിച്ച് മാറുമെങ്കിലും ആ ശ്രമം എന്നത് തീർച്ചയായും പരിഗണിക്കേണ്ടത് തന്നെയാണ്. സാങ്കല്പികമായ പ്രദേശം, അവിടെ നടക്കുന്ന ക്രൈം എന്നിടത്തുനിന്നും പോകുമ്പോൾ കഥാപാത്രങ്ങൾ, അവർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു ഇടമൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ സിനിമ പരിഗണിക്കുന്നുണ്ട്. അത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവും. പ്രകടനത്തിൽ എല്ലാവരും തന്നെ മികച്ചു നിൽക്കുന്നുണ്ട്. ഒരു റിയൽ ബിഹേവിംഗ് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളല്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസാരത്തിൽ, പെരുമാറ്റത്തിലൊക്കെ കൊണ്ടുവരുന്ന അൺറിയലിസ്റ്റിക് സംഭവങ്ങൾ നല്ല രസമായിട്ട് തന്നെ അഭിനേതാക്കൾ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. SI മഹേഷ് എന്ന പ്രധാന കഥാപാത്രമായി വരുന്നത് ഷറഫുദ്ദീനാണ്. ഡയലോഗ്സ് എന്നതിൽ കവിഞ്ഞ് ഈ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വഴി കൊണ്ടുവരുന്ന തമാശകളൊക്കെ രസകരമാണ്. ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് പ്രകടനത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവ് തന്നെയാണ്. മെയിൻ ക്രിമിനലിൽ ഒരാളായി വരുന്ന രാജേഷ് മാധവൻ, ഒരു ഡയലോഗ് പോലും ഇല്ലാതെ തന്നെ വരുന്ന സഹായിയായ ആനന്ദ് മന്മഥന്റെ കഥാപാത്രം, രണ്ടുപേരും കിടിലൻ പ്രകടനമായിരുന്നു. ഇവരുടെ ഒരു കോമ്പിനേഷൻ കെമിസ്ട്രിയും സിനിമയിൽ നന്നായി തന്നെ വർക്കായിട്ടുണ്ട്. സിറ്റുവേഷൻസ് അനുസരിച്ച് രാജേഷ് മാധവന്റെ ചില സംഭവങ്ങളിലെ ഡയലോഗ് ഡെലിവറി, അതിനുള്ള ആനന്ദ് മന്മഥന്റെ പ്രതികരണമൊക്കെ രസമുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. സജിൻ ചെറുകയിൽ, നവാസ് വള്ളിക്കുന്ന്, വിൻസി അലോഷ്യസ്, രഞ്ജി കാങ്കോൽ എന്നിവരുടെ പ്രകടനങ്ങളും നല്ല രസകരമായി തന്നെ അനുഭവപ്പെട്ടു. ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി ഭൂരിപക്ഷം ഇടത്തും നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുമുണ്ട്. ടെക്നിക്കൽ വശങ്ങളിൽ തീർച്ചയായും എടുത്തു പറയേണ്ടത് ശ്രീരാജ് രവീന്ദ്രന്റെ ഛായാഗ്രഹണവും മുജീബ് മജീദിന്റെ സംഗീതവുമാണ്. മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്ന് പറയുന്നതല്ലാതെ സിനിമയിൽ പരാമർശിക്കുന്ന സ്ഥലത്തിന്, പ്രത്യേകിച്ച് അവിടെ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് കാഞ്ഞങ്ങാടുമായി മാത്രമാണ് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് എന്ന് പറയാൻ പറ്റില്ല. ആ ലാൻഡ്സ്കേപ്പിനെ കൊണ്ടുവന്നത് തീർച്ചയായും കൈയടിക്കേണ്ടത് തന്നെയാണ്. വിഷ്വലി കിടിലൻ വർക്ക് തന്നെയാണ്. പിന്നെ ചിത്രത്തിൻ്റെ ടോട്ടൽ മൂഡ് ലിഫ്റ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പശ്ചാത്തല സംഗീതം നല്ല സിങ്കായി തന്നെ സിനിമയിലുടനീളം പോകുന്ന ഒരു ഫീലായിരുന്നു. കളർ ടോൺ കൂടെ ഇതിനൊപ്പം മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ചില സമയത്ത് ഒരു ഫാൻറ്റസി ഫീൽ കൂടെ ചിത്രം സമ്മാനിക്കുന്നുണ്ട്. മികവിലെത്തിയ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ കൺവെൻഷണൽ സ്റ്റൈലിലല്ല സെന്ന ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ആരുടെ കപ്പിലെ ചായ എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. വർക്കായ കോമഡികൾ ഏറെയും വർക്കാവാതെ പോയ കോമഡികളുമുണ്ട് ചിത്രത്തിൽ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്തൊരു കാര്യമാണ് എങ്കിലും അതിനപ്പുറം സിനിമയിൽ കൊണ്ടുവരുന്ന ഡീറ്റെയിലിംഗ് സമ്മാനിക്കുന്ന കോമഡികൾ കൂടെ പരാമർശിക്കേണ്ടതുണ്ട്. ബാറിൻ്റെ പേരും ലൈറ്റും, മതം എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്കിടയിൽ വരുന്നത്, ചില പോസ്റ്ററുകൾ, എഴുത്തുകളൊക്കെ ഈ ഡീറ്റെയിലിംഗിൽ വരികയും അത് സമ്മാനിക്കുന്ന തമാശകളുമുണ്ട്. എത്രത്തോളം ഈസിയായി പ്രേക്ഷകരിൽ എത്തുന്നു എന്നിടത്ത് തീർച്ചയായും ഒരു ചോദ്യചിഹ്നമുണ്ട്. അത് റെലവൻ്റായ ഒരു ചോദ്യവുമാണ്. ചിരിക്കാൻ ഏറെയുണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ അതേറെയും വരുന്നത് ഈ ഡീറ്റെയിലിംഗിലാണ് എന്നതുകൂടെ ഓർമ്മിപ്പിക്കുന്നു. പരിചിതമായ കഥയുടെ ഒരു അൺകൺവെൻഷണൽ റൈഡാണ് 1744 വൈറ്റ് ഓൾട്ടോ സമ്മാനിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. എല്ലാവർക്കും വർക്കാവുമോ എന്നതും പറയാൻ ഞാൻ ആളല്ല. എനിക്ക് കുറേയൊക്കെ വർക്കാവാതെ പോയത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓവറോൾ തിയേറ്റർ കാഴ്ചകളിലെ നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവതരണം, അതിൻ്റെ യുണീക്നെസ് തന്നെയാണ് പ്രധാന കാരണവും. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.